ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എടാ, ഫിസിക്സ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് യുവർ ലൈഫ്. ഫിസിക്സ് ഒന്നുമല്ല, അത് നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഡയലോഗാണ് ഇതല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമ്മൾ ജീവിതത്തിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റി, നമ്മൾ നിത്യേന കാണുന്ന കാര്യങ്ങളെ പറ്റിയാണ് നാം ഫിസിക്സിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, കുഞ്ഞിലെ മുതലേ നമ്മൾ പാടിക്കേട്ട ഒരു പാട്ടാണ് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കം. സത്യത്തിൽ ഈ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. അതുപോലെ തന്നെ ജലാശയങ്ങളുടെ അടിത്തട്ട് കുറച്ച് പൊങ്ങിക്കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതായത് ജലാശയങ്ങൾക്ക് ഒരു ആഴക്കുറവ് നിങ്ങൾക്ക് എന്താകും, ഫീൽ ആകും. എടാ, നിങ്ങൾ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിലും അതുപോലെ കുളത്തിലൊക്കെ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ വെള്ളം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ മുട്ടോളമല്ലേ വെള്ളം വരത്തുള്ളൂ, നമുക്ക് കുളിക്കാൻ വേണ്ടി പറ്റുമോ, നീന്തി കുളിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം മനസ്സിൽ ഉണ്ടാകും. എന്നാൽ വെള്ളത്തിൽ ഇറങ്ങിയാൽ നമ്മുടെ കഴുത്തോളം എന്ത് കാണും, വെള്ളം കാണും. എന്തായിരിക്കും ഈ തോന്നലിന് കാരണം? ഈ തോന്നലിന്റെ കാരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപവർത്തനം. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് അപവർത്തനം. അപവർത്തനം എന്താണ് ഈ അപവർത്തനം? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെയാണ് നാം എന്തെന്ന് വിളിക്കുന്നത്, അപവർത്തനം എന്ന് വിളിക്കുന്നത്. എടാ, ഒന്നുകൂടി, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. നമ്മൾ ഒരുപാട് ഇതെന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇവിടെ കുറച്ച് ടേംസ് എന്ത് ചെയ്യാനുണ്ട്, പരിചയപ്പെടാൻ വേണ്ടിയുണ്ട്. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ ശ്രദ്ധിച്ചിരിക്കടാ. ഞാൻ ഇവിടെ രണ്ട് മാധ്യമം എടുത്തു. ഇനി പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് ദേ ഇങ്ങനെ വരുന്നു. ഈ വരുന്ന പ്രകാശം, ശ്രദ്ധിച്ചിരിക്കുക, ഈ വരുന്ന പ്രകാശം നേരെയല്ലേ പോവേണ്ടത്? നമ്മൾ പഠിച്ചിട്ടില്ലേ അല്ലെങ്കിൽ കേട്ടിട്ടില്ലേ, പ്രകാശം നേരെയാണ് സഞ്ചരിക്കുന്നതെന്ന്. എന്നാൽ ഇവൻ നേരെയല്ലേ പോവേണ്ടത്? എന്നാൽ ഇവൻ നേരെ പോകുന്നില്ല. പകരം ഇവന്റെ പാതയിൽ ചെറുതായിട്ട് എന്തുണ്ടാക്കുന്നു, ഒരു വ്യതിയാനം ഉണ്ടാക്കുന്നു. ഇവൻ എന്ത് ചെയ്യുന്നു, ഒരു സൈഡിലേക്ക് ചരിയുന്നു. ദേ ഇവിടെ നോക്ക്, നിങ്ങൾ കണ്ടില്ലേ, വന്നവൻ നേരെ പോവാതെ എന്ത് ചെയ്തു, ഒന്ന് ചരിഞ്ഞു. ഇതിനെയാണ്, ഈ ഒരു പ്രതിഭാസത്തെ, ഈ പരിപാടിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അപവർത്തനം എന്ന് വിളിക്കുന്നത്. സോ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലോട്ട് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയിൽ ഒരു ചരിവുണ്ടാകുന്നു, ഒരു ബെൻഡിങ്, ഒരു വ്യതിയാനം ഉണ്ടാകുന്നു. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, അപവർത്തനം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? അപ്പം ഇതാണ് അപവർത്തനം. ഇനി നമുക്ക് ഇവിടെ കുറച്ച് വേർഡ്സ് എന്ത് ചെയ്യാനുണ്ട്, പരിചയപ്പെടാൻ വേണ്ടിയുണ്ട്. അങ്ങോട്ട് പോയാലോ? അങ്ങനെയാണെങ്കിൽ ദേ പ്രകാശരശ്മി ഇങ്ങനെ വരികയല്ലേ, ഈ ആദ്യം വന്ന് പതിച്ച രശ്മി, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, പതനരശ്മി എന്ന് വിളിക്കുന്നു. അപ്പോൾ വന്ന് പതിച്ച രശ്മി എന്താണ്, പതനരശ്മിയാണ്. അങ്ങനെയാണെങ്കിൽ അപവർത്തനം സംഭവിച്ച രശ്മി, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അപവർത്തന രശ്മി എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? വന്ന് പതിച്ച രശ്മി, പതനരശ്മി, അപവർത്തനം സംഭവിച്ച രശ്മി, അപവർത്തന രശ്മി. ഇനി കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. എന്താണ് ആ മാറ്റം? ഒന്നുമില്ലടാ, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഇതിന് നേരെ ഒരു വര വരച്ചു. ഇതൊരു സാങ്കല്പിക രേഖയാണ്. ലംബമായാണ് വരച്ചത്, ലംബമായിട്ട്, പെർപെൻഡിക്കുലർ ആയിട്ട്. ഇവനെ ഞാൻ ലംബം എന്ന് മലയാളത്തിൽ വിളിക്കും, അല്ലെങ്കിൽ നോർമൽ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. ക്ലിയർ ആയോ? ഇതിന് നേരെ നമുക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ വര വരച്ചു. അതിനൊരു സാങ്കല്പിക രേഖയാണ്. അതിന് ഞാൻ ലംബം അല്ലെങ്കിൽ നോർമൽ എന്ന് എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു. ഇനി നിങ്ങൾക്കറിയാം, വന്നു പതിച്ച രശ്മിയെ നമ്മൾ പതനരശ്മി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പതനരശ്മിയും നമ്മൾ സാങ്കല്പികമായി വരച്ച ഈ നോർമലില്ലേ, ഈ പതനരശ്മിയും നോർമലും തമ്മിലുണ്ടാക്കുന്ന കോണളവിനെ നമ്മൾ പതന കോണെന്ന് വിളിക്കുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ അപവർത്തനം സംഭവിച്ച രശ്മിയും നോർമലും തമ്മിലുള്ള കോണളവ് എന്തായിരിക്കും? അത് അപവർത്തന കോണായിരിക്കും അല്ലെ? പതനരശ്മിയും നോർമലും തമ്മിലുള്ള കോണ് പതന കോണാണെങ്കിൽ അപവർത്തന രശ്മിയും നോർമലും തമ്മിലുള്ള കോൺ എന്തായിരിക്കും? അപവർത്തന കോണായിരിക്കും. വളരെ സിമ്പിൾ അല്ലേ? ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കേടാ, എന്തായിരിക്കും ഈ അപവർത്തനത്തിന് കാരണം? മാധ്യമം മാറുന്നതിനനുസരിച്ച് പ്രകാശത്തിന്റെ വേഗതയിൽ എന്തുണ്ടാകുന്നു, മാറ്റമുണ്ടാകുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ ഇത്? വായുവിലുള്ള പ്രകാശത്തിന്റെ വേഗതയല്ല പ്രകാശത്തിന് ജലത്തിലുള്ളത്. ആ വേഗതയല്ല എവിടെയുള്ളത്, വജ്രത്തിലുള്ളത്. നമ്മളിത് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മാധ്യമം മാറുന്നതിനനുസരിച്ച് പ്രകാശത്തിന്റെ വേഗതയും എന്ത് ചെയ്യുന്നു, മാറുന്നു. അപ്പോൾ മാധ്യമം മാറുന്നതിനനുസരിച്ച് പ്രകാശത്തിന്റെ വേഗത മാറുന്നു എന്ന് പറഞ്ഞയാളാണ് ആര്? ലിയോൺ ഫുക്കാൾട്ട്. ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. മാധ്യമം മാറുന്ന
മാറുന്നതിനനുസരിച്ച് പ്രകാശത്തിന്റെ വേഗത മാറുന്നു എന്ന് പറഞ്ഞയാളാണ് ആര്? ലിയോൺ ഫൂക്കാൾട്ട്. എടാ അങ്ങനെയാണെങ്കിൽ ഈ മാധ്യമം മാറുമ്പോൾ എന്തുകൊണ്ട് പ്രകാശത്തിന്റെ വേഗത മാറുന്നു? അതൊരു ചോദ്യമല്ലേ? അതിന്റെ ഉത്തരമാണ് പ്രകാശിക സാന്ദ്രത. എന്താണ് പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓരോ മാധ്യമത്തിനും ഓരോ സവിശേഷ ഗുണങ്ങൾ കാണത്തില്ലേ? ഒരു മാധ്യമത്തിന്റെ പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിന്റെ സവിശേഷതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത. ഇനി ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാനൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പ്രകാശിക സാന്ദ്രത എന്ന വാക്കിനെ നമുക്കങ്ങ് മാറ്റി നിർത്തി പ്രതിരോധം എന്ന വാക്ക് നമുക്ക് എടുക്കാം. സിമ്പിൾ ആണ്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം എന്നല്ലതാ എന്തൊരു വസ്തു ഒരു മാധ്യമത്തിലൂടെ കടന്നു പോയാലും ആ മാധ്യമം എന്ത് തരും? ആ വസ്തുവിന്റെ ചലനത്തിനെതിരെ ഒരു പ്രതിരോധം തരും. നമുക്കത് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ നമ്മൾ എയറിൽ കൂടെ നടന്നു പോകത്തില്ലേ? സിമ്പിളായിട്ട് നമ്മൾ നടന്നു പോകും. ഇതേ നമ്മൾ ജലത്തിന്റെ മുകളിൽ കൂടെ നടക്കുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് പാടല്ലേ നമുക്ക് നടക്കാൻ വേണ്ടി? എന്തുകൊണ്ടായിരിക്കും? വായുവും നമുക്ക് പ്രതിരോധം തരുന്നു, അതുപോലെ തന്നെ ആരും നമുക്ക് പ്രതിരോധം തരുന്നു. നമ്മുടെ ജലവും നമുക്ക് എന്ത് തരുന്നു? പ്രതിരോധം തരുന്നു. അങ്ങനെയാണെങ്കിൽ വായു തരുന്ന പ്രതിരോധം കുറവാണ്, അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ വേണ്ടി പറ്റും. എന്നാൽ ജലം തരുന്ന പ്രതിരോധം കുറച്ചെന്താണ്? കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പതുക്കെ സാവധാനമേ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സഞ്ചരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ പ്രതിരോധം കൂടിയാൽ എന്ത് കുറയും? നമ്മുടെ വേഗത കുറയത്തില്ലേ? ഈ പ്രതിരോധം എന്ന വാക്കിനെ പ്രകാശം വന്നപ്പോൾ നമുക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? പ്രകാശിക സാന്ദ്രത എന്ന വാക്കുകൊണ്ട് എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി, കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇവിടെ പ്രതിരോധം എന്ന വാക്ക് എന്തായി മാറി? പ്രകാശിക സാന്ദ്രതയാക്കി നമ്മൾ അങ്ങ് മാറ്റി. എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മാധ്യമത്തിന് പ്രകാശിക സാന്ദ്രത കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് കുറവാ? കൂടുതലാണ്. പ്രതിരോധം കൂടുതലാണെന്നല്ലേ? അപ്പൊ എന്ത് കുറവായിരിക്കും? പ്രകാശത്തിന്റെ വേഗത എന്തായിരിക്കും? കുറവായിരിക്കും. സിമ്പിൾ അല്ലേ ലോജിക്ക്? പ്രകാശിക സാന്ദ്രത കൂടി, അപ്പൊ നമ്മുടെ മെയിനിൽ എന്ത് വരണം? പ്രതിരോധം കൂടി. പ്രതിരോധം കൂടി എന്ത് കുറവായിരിക്കും? വേഗത കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത അനുഭവപ്പെടുന്നത് വജ്രത്തിലാണ്. എവിടെയാണ്? വജ്രത്തിലാണ്. അപ്പൊ വജ്രത്തിൽ പ്രകാശിക സാന്ദ്രത കൂടുതൽ. അപ്പൊ നിങ്ങൾ എന്താലോചിക്കാം? പ്രതിരോധം കൂടുതൽ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രകാശത്തിന് ഏറ്റവും വേഗത കുറവും എവിടെയായിരിക്കും? വജ്രത്തിൽ ആയിരിക്കും. ക്ലിയർ ആയോ? ഇത് ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. വീണ്ടും പറയുന്നു, പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത അനുഭവപ്പെടുന്നത് വജ്രത്തിലാണ്, അതുകൊണ്ട് തന്നെ പ്രകാശത്തിന് ഏറ്റവും വേഗത കുറവും എവിടെയാണ്? വജ്രത്തിലാണ്. എന്നാൽ പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലല്ലേ? ഇതുപോലെ ആലോചിച്ച് നോക്കി. ശൂന്യതയിൽ എന്തുകൊണ്ടായിരിക്കും? അവിടെ പ്രതിരോധം കൊടുക്കാൻ ആരുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവിടെ പ്രതിരോധം വരുള്ളൂ. ശൂന്യതയിൽ ഒന്നും തന്നെ ഇല്ല. മനസ്സിലായോ? അപ്പോ 3 പോയിന്റ് ആണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത്, പ്രകാശിക സാന്ദ്രത അനുഭവപ്പെടുന്നത് വജ്രത്തിലാണ്. വേഗത ഏറ്റവും കുറവ് വജ്രത്തിലാണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത എവിടെയാണ്? ശൂന്യതയിലാണ്. ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇത്രയും സെറ്റ് ആണെങ്കിൽ തിരിച്ചു നേരെ അപവർത്തനത്തിലോട്ട് വന്നോ. അപവർത്തനത്തിന് കാരണം എന്താണ്? ഇത് തന്നെയാണ് കാരണം. മാധ്യമം മാറുന്നതിനനുസരിച്ച് പ്രകാശത്തിന്റെ വേഗത മാറുന്നതാണ് എന്തിനും കാരണം? അപവർത്തനത്തിനും കാരണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക, അപവർത്തനത്തിന് കാരണം എന്ത്? 2 രീതിക്ക് ഉത്തരം പറയാൻ പാടില്ലേടാ. ഒരു ഉത്തരം എന്താണ്? മാധ്യമം മാറുന്നതിനനുസരിച്ച് പ്രകാശത്തിന്റെ വേഗത മാറുന്നു, ഒരു ഉത്തരമായി. ഇല്ലെങ്കിൽ അതിന്റെ കാരണമായ ഏതിനെയും പറയാം, പ്രകാശിക സാന്ദ്രതയും പറയാം. രണ്ടും ഒന്ന് തന്നെയല്ലേ ഉദ്ദേശിച്ചത്. സോ ശ്രദ്ധിച്ചിരിക്കുക, അപവർത്തനത്തിന് കാരണം എന്ത്? ഒന്നെങ്കിൽ മാധ്യമം മാറുന്നതിനനുസരിച്ച് പ്രകാശത്തിന്റെ വേഗത മാറുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്രകാശിക സാന്ദ്രതയിൽ ഉണ്ടാകുന്ന മാറ്റം. രണ്ടിന്റെയും അർത്ഥം എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയായിട്ട് എന്ത് ചെയ്യും? മാറും. ക്ലിയർ ആയോ? അപ്പം അപവർത്തനവും അപവർത്തനത്തിന്റെ കാരണവും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ശ്രദ്ധയോടുകൂടി ഇരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായി കേൾക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് അപവർത്തനവുമായി ബന്ധപ്പെട്ട്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അപവർത്തന രശ്മി നോർമലിനോട് അടുക്കുമോ അകലുമോ എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ തിരിച്ചും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സോ ഇത് നമുക്കൊന്ന് നോക്കിയാലോടാ. ശ്രദ്ധിച്ചിരിക്കുക, പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലോട്ട് വന്നാൽ അപവർത്തന രശ്മി നോർമലിൽ നിന്ന് അകലുന്നു. എന്നാൽ കുറഞ്ഞതിൽ നിന്ന് കൂടിയെടുത്തോട്ട് വന്നാൽ അപവർത്തന രശ്മി നോർമലിനോട് അടുക്കുന്നു. ഇതെങ്ങനെ ഓർത്തിരിക്കാം? സാർ സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല, ശ്രദ്ധിച്ചിരിക്കുക. എടാ
ഇവിടെ ഒരു അടിയോ വഴക്കോ എന്തെങ്കിലും ഉണ്ടായെന്ന് വിചാരിക്കുക. പെട്ടെന്നൊരു അടി ഉണ്ടായി, നമ്മളെല്ലാം എന്ത് ചെയ്യും? ഓടും. അതെനിക്ക് പറയാം, നമ്മളെല്ലാം എന്ത് ചെയ്യോടാ? ഓടും. പക്ഷേ ഓടിച്ചെന്ന് നമ്മൾ നിൽക്കാൻ വേണ്ടി പോകുന്നത് നല്ല ശക്തനായിട്ടുള്ള ഒരാളടുത്തായിരിക്കത്തില്ലേ? ഇത്തിരി ജിമ്മായിട്ടുള്ള, ഇത്തിരി ബോഡിയൊക്കെ ആയിട്ടുള്ള ഒരാളത്തായിരിക്കില്ലേ? അല്ലാതെ നിങ്ങൾ എന്നെ പോലുള്ള ഒരു പാവപ്പെട്ടവൻ്റെ അടുത്ത് ഒന്ന് നിൽക്കുമോ? ഇല്ല. എന്തുകൊണ്ട് നിൽക്കൂല? എൻ്റെ ഇടിയും കൂടെ ആര് കൊള്ളണം? നിങ്ങൾ കൊള്ളണം. അത് തന്നെയാണ് കോൺസെപ്റ്റ്, അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഒട്ടുന്നത്, അടുക്കുന്നത് ശക്തന്റെ അടുത്തായിരിക്കത്തില്ലേ? ശക്തി കൂടിയവന്റെ അടുത്തായിരിക്കത്തില്ലേ? അതൊരു പ്രകൃതി നിയമം അല്ലേടാ. കൂടിയവന്റെ അടുത്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അടുക്കും. എന്നാൽ കുറഞ്ഞവന്റെ അടുത്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അകലും. അങ്ങനെ തന്നെയാണ് ഇവിടെയും. അത് തന്നെയാണ്. ആലോചിച്ച് നോക്കിയേ. പ്രകാശിക സാന്ദ്രത കുറഞ്ഞെടുത്ത് നിന്ന് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലോട്ട് സഞ്ചരിച്ചാൽ, കൂടിയതിലോട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അടുക്കും. പ്രകാശ രശ്മി അല്ലെങ്കിൽ അപവർത്തന രശ്മി നോർമലിനോട് അടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അപവർത്തന രശ്മി നോർമലിൽ നിന്ന് അകലുന്നു. കുറഞ്ഞവന്റെ അടുത്ത് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അകലും. ഇത് മനസ്സിലായല്ലോ? കൂടിയവന്റെ അടുത്ത് വന്നാൽ അടുക്കും, കുറഞ്ഞവന്റെ അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? അകലും. സെറ്റാണ്. അപ്പൊ അപവർത്തനം ഓക്കെ ആയെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഈ അപവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പതനകോണും അപവർത്തന കോണും മനസ്സിലായി. അതായത് അപവർത്തനം പഠിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണാന്തരിക പ്രതിഫലനം മനസ്സിലാകൂ. അത് പഠിച്ചാലേ അടുത്ത പ്രകീർണനം പഠിച്ചിട്ട് നമുക്ക് മഴവിലിനെ പറ്റി എന്ത് ചെയ്യാൻ പറ്റൂ? പഠിക്കാൻ വേണ്ടി പറ്റൂ. സോ ഇത് ഇത്രയും മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി നമുക്ക് അപവർത്തനത്തിന്റെ ഉദാഹരണം നോക്കാം. നിരന്തരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കത്തിന് കാരണം. എടാ, ഈ നക്ഷത്രം സത്യത്തിൽ മിന്നിത്തിളങ്ങുന്നുണ്ടോ? ദേ അവിടെ നിൽക്കുന്ന അവൻ അവിടെ ചുമ്മാ നിൽക്കുകയാണ്. അവനിൽ നിന്ന് എന്ത് വരുന്നു? പ്രകാശം വരുന്നു. ഈ വരുന്ന പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഇവൻ നേരെ അന്തരീക്ഷത്തിലോട്ട് കയറും. ഈ പ്രകാശം അന്തരീക്ഷത്തെ നമ്മൾ എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? കുറെ അന്തരീക്ഷ പാളികളായിട്ട് തിരിച്ചിട്ടില്ലേ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ഒക്കെ പറഞ്ഞ് അങ്ങനെ തിരിച്ചു വെച്ചിരിക്കുകയല്ലേ? ഓരോ അന്തരീക്ഷ പാളിയിലും ഓരോ ടെമ്പറേച്ചർ അല്ലേ, താപനിലയിൽ വ്യത്യാസമില്ലേ? ഈ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം പ്രതിരോധം അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രതയിൽ എന്തുണ്ടാക്കും? വ്യത്യാസം ഉണ്ടാക്കും. സോ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടായാൽ പ്രകാശത്തിന് എന്ത് സംഭവിക്കും? അപവർത്തനം സംഭവിക്കും. അപ്പൊ ഇങ്ങനെ അപവർത്തനം സംഭവിച്ച് നമ്മുടെ കണ്ണിൽ പ്രകാശം വന്ന് വീഴുമ്പോൾ ഇവന്റെ സ്ഥാനത്തിൽ ഒരു മാറ്റമുള്ളതായിട്ട് നമുക്ക് എന്ത് ചെയ്യും? തോന്നും. ഇവൻ ഇങ്ങനെ സ്ഥാനം മാറുന്നതായിട്ടോ അല്ലെങ്കിൽ വന്നു വീഴുന്ന പ്രകാശത്തിന്റെ അളവിൽ ഒരു വ്യത്യാസം ഉണ്ടായതായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യും? തോന്നും. സോ ഇവൻ ഇങ്ങനെ ആവുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? തോന്നുന്നതാണ്. ആ തോന്നലിന്റെ കാരണം അപവർത്തനമല്ലേ? അന്തരീക്ഷത്തിൽ വെച്ച് ഇങ്ങനെ ആയതല്ലേ? റിഫ്രാക്ഷൻ സംഭവിച്ചതല്ലേ? സോ അതുകൊണ്ട് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നില്ല, മിന്നിത്തിളങ്ങതായി തോന്നുന്നതിന് കാരണം എന്താണ്? അപവർത്തനം ആണ്. ഒന്നാമത്തെ എക്സാമ്പിള്. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്, എടാ സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും കുറച്ചു നേരം നമുക്ക് എന്ത് കാണാൻ പറ്റും? പ്രകാശരശ്മികൾ അല്ലെങ്കിൽ സൂര്യനെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിന് കാരണവും ഈ പറഞ്ഞ സെയിം കേസ് ആണ്ടാ. നമ്മൾ ഇവിടെ നിൽക്കുന്നു, സൂര്യൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു. എന്നാൽ സൂര്യൻ താഴെയാണെങ്കിലോ ഉദിച്ചിട്ടില്ല. ഇനി ഇതിന്റെ മുകളിലാണെങ്കിൽ എന്താണ്? നമുക്ക് അസ്തമിച്ചു എന്ന് പറയാം. സോ ഈ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പും അസ്തമിച്ചതിന് ശേഷവും ഈ പ്രകാശം, ഇങ്ങനെ വരുന്ന പ്രകാശം ഇതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിച്ച് നേരെ നമ്മുടെ കണ്ണിലോട്ട് എന്ത് ചെയ്യും? വന്ന് വീഴും. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിച്ചതിന് ശേഷവും ഒക്കെ വളരെ കുറച്ച് നേരം നമുക്ക് എന്ത് കാണാൻ പറ്റും? പ്രകാശരശ്മികൾ കാണാൻ വേണ്ടി സാധിക്കും. അതിന് കാരണവും എന്താണ്? അപവർത്തനം ആണ്. ഇനി അതുപോലെ തന്നെ ജലാശയത്തിന്റെ അടിത്തട്ട് പൊങ്ങിക്കിടക്കുന്നതായി തോന്നുന്നതിന് കാരണം, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോയിൻ ഇല്ലേ, ഒരു കോയിൻ എടുത്ത് വെള്ളത്തിന്റെ അകത്ത് ഇട്ടു എന്ന് വിചാരിക്കുക. നമ്മൾ കോയിൻ അങ്ങ് താഴെയായിരിക്കും കിടക്കുന്നത്, എങ്കിൽ അത്ര ആഴത്തിൽ കോയിൻ കിടക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല? തോന്നില്ല. ഇതിന് കാരണവും എന്താണ്? അപവർത്തനം ആണ്. ഇനി വെള്ളത്തിനടിയിലെ വസ്തുക്കളുടെ സ്ഥാനം തെറ്റായി തോന്നുന്നതിന് കാരണം, നമ്മൾ മീൻ പിടിക്കാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും കൈയിട്ട് മീനിനെ പിടിച്ചിട്ടുണ്ടോടാ? നമുക്ക് കൈയിട്ട് ഇങ്ങനെ മീനിനെ പിടിക്കാൻ പറ്റില്ല. അതിന് കാരണം നമ്മൾ വിചാരിക്കും മീൻ ദേ ഇവിടെയാണ് നിൽക്കുന്നതെന്ന്. പക്ഷേ സത്യത്തിൽ മീൻ നിൽക്കുന്നത് എവിടെയാണ്? തൊട്ടപ്പുറത്തായിരിക്കും. കാരണം രണ്ട് മാധ്യമമല്ലേ? അപവർത്തനം സംഭവിച്ച് നമ്മുടെ കണ്ണിൽ പ്രകാശരശ്മി പതിച്ചപ്പോൾ അവന്റെ സ്ഥാനം നമുക്ക് എന്തായിട്ട് തോന്നി? തെറ്റായിട്ട് തോന്നി. സോ നമ്മൾ കൈയിടുന്നത് എവിടെയല്ല, യഥാർത്ഥത്തിൽ മീൻ നിൽക്കുന്ന സ്ഥലത്തല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? കൈയിടുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, മീനിന്റെ സ്ഥാനം നിങ്ങൾക്ക് ശരിയായി അറിയണമെങ്കിൽ, കറക്റ്റ് പൊസിഷൻ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നോർമലി വരുന്ന ഉത്തരം എന്താണ്? ആ ഫിഷ് ടാങ്കിൻ്റെ അകത്ത് തലയിട്ട് നോക്കിയാൽ മതി എന്നായിരിക്കും, അല്ലേ? അത്രേ ഉള്ളൂ.
തലയിട്ട് നോക്കിക്കോ, അതൊരു ശരി ഉത്തരമാണ്. നോർമലി മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകുമെങ്കിലും അത് നമുക്ക് എന്തായിട്ട് പറയാം, ശരിയായിട്ട് പറയാം. എടാ തലയിട്ട് നോക്കുമ്പോൾ നിങ്ങളും മീനും ഒരേ മാധ്യമത്തിലാകത്തില്ലേ? അപവർത്തനം സംഭവിക്കണമെങ്കിൽ, പൊസിഷൻ മാറി തോന്നിയതിന് കാരണം അപവർത്തനമാണല്ലോ, അപവർത്തനം സംഭവിക്കണമെങ്കിൽ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള 2 മാധ്യമം വേണം. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ, അപവർത്തനം സംഭവിക്കണമെങ്കിൽ പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള 2 മാധ്യമം വേണം. ഇനി ആ തലയിങ്ങ് പുറത്തെടുത്തോ. അങ്ങനെയില്ലെങ്കിൽ മറ്റൊരു രീതിക്ക് നമുക്കറിയാൻ പറ്റും, നേരെ നോക്കിയാൽ മതി, ലംബമായി നോക്കിയാൽ മതി. അപവർത്തനം സംഭവിക്കണമെങ്കിൽ പ്രകാശരശ്മി ചരിഞ്ഞ് പതിക്കണം. എങ്ങനെ പതിക്കണോടാ? ചരിഞ്ഞ് പതിക്കണം. കിട്ടിയല്ലോ. അപ്പൊ അപവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഇനി ഇത് മാത്രം മതിയോ അപവർത്തനമായി? പോരടാ. സ്നെൽസ് ലായും അതുപോലെ അപവർത്തനാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. അപ്പൊ അപവർത്തനം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രകീർണനവും പൂർണ്ണാന്തരിക പ്രതിഫലനവും മഴവില്ലും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് കണക്ട് ചെയ്ത് പോകാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.